ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അത് ഞാനല്ലാതെ ഈ കാട്ടുകോഴിയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം, ഈ കള്ള കാട്ടുകോഴിയാണ് 2 ദിവസം വീഡിയോ ഇടാത്തത്. പിന്നെ അതേ അവിടെ നിൽക്കണ ഷീപ്പുമാണ് വീഡിയോ വെക്കാത്തത്. ഈ രണ്ട് ഇവന്മാരാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ ലൈക്കും അടിക്കണം, സബ്സ്ക്രൈബ് അടിക്കണം. പിന്നെ നമുക്ക് കൂടുതൽ ലാഗ് അടിക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിത് ഈ വീട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാനൊരാളങ്ങ് ആലോചിച്ചു, ഇവിടെ നിന്ന് വീട് പൊട്ടിച്ചാണ്. കാരണം സ്റ്റാർട്ടർ ബേസാണ്, ചെറുതായിട്ട് മതി എന്നൊക്കെയാണ് എൻ്റെ ആലോചന. അപ്പോൾ നമുക്ക് കൂടുതൽ റിസോഴ്സസും ഇല്ല. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചളയാനേ നല്ലത്. നമ്മളൊരു എപ്പിസോഡ് മൊത്തം എടുത്തിട്ടാണ് ഇത് പണിതത്. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ബാക്കി എപ്പിസോഡും അല്ലല്ല, ഇച്ചിരി ലോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബോളൊക്കെ ആദ്യം ഇവിടെ നിന്ന് പൊട്ടിച്ചളയാം. ഗൈസ്, ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ നല്ല റെസ്പോണ്ടൊക്കെ തരുന്നതുകൊണ്ട് നമ്മളെപ്പോഴെപ്പോഴും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒന്നുമില്ല, ഇടും, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും. അതാ ഗൈസ്, ഇവനാണ് കാട്ടുമാക്കൻ. അയ്യോ ഗൈസ്, അവൻ്റെ അടുത്ത് ചൊറിയാൻ പോകണ്ട, അവൻ ഇച്ചിരി വടക്കാണെന്നാണ് കേട്ടത്. 15 minutes later. ഗൈസ്, ഞാനിവിടുത്തെ വുഡൊക്കെ പൊട്ടിച്ച് മണ്ണ് വെച്ചിട്ട് ഞാൻ വീടൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇച്ചിരി അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. കാരണം അതൊക്കെ ബോറിങ് പാർട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ മുകളിൽ കൂടെ വുഡും കൂടി വെക്കണം. ഗൈസ്, ഇച്ചിരി കൂടി വുഡ് വേണം. നമുക്ക് നാളെ രാവിലെ എടുക്കാം. കാരണം ഇനി ഇവിടെ നിന്ന് പണിയെടുത്താൽ നല്ല ഡേഞ്ചറാണ്. ഒന്നാമത് നമ്മൾ ചിക്കനും കൂടിയാണ്. മരം എടുത്തിട്ട് വറക്കും നമ്മൾ. ചില ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തിനാ ഈ വുഡ് ഉണ്ടാക്കുന്നത്? 16 തികയും തോന്നുന്നു. ഗൈസ്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സിംഗിൾ ഫ്ലോറാണ് ഉണ്ടാക്കണത്. 2 ചെസ്റ്റ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ വെക്കാനുള്ളത് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് മതി. ഗൈസ്, ചാടാൻ സ്ഥലമില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഫ്ലോർ പണിതു. ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ച് നിറയ്ക്കാം, നല്ല വൃത്തികേടാവില്ലേ? ഓക്കെ, ഇതായിരിക്കും നമ്മൾ ഡോറ് വെക്കാൻ പോണത്. നമുക്കൊരു കാര്യം ചെയ്യണേ, ഇവിടെ ടോർച്ച് നിറച്ച് വെക്കണം. ഗൈസ്, ഇവൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇട്ടവനാണ് അവൻ. ടോർച്ചുണ്ട്, ഒന്നിവിടെ 3 ടോർച്ച് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡാൻസ് സ്റ്റെപ്പ് കിട്ടാലോ എൻ്റെ കൂടെ പിടിച്ചിട്ട്. പുല്ല് നിന്നോളാം നീയൊക്കെ. നമുക്കൊരു അജയ ബെഡൊക്കെ പൊട്ടിച്ച് ആ റൂമിൻ്റെ അകത്തോട്ട് വെക്കാം. ഗൈസ്, എവിടെ വെക്കണം? തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ വെക്കാം. അയ്യോ, എടുക്കണ ബെഡ് എടുത്തു. ഇതെല്ലാം പൊട്ടിക്കളി നമുക്ക്. ഓക്കെ, ഇതെല്ലാം ഇനി വെക്കാം.
ഗൈസ് നമ്മളിവിടെ ചെസ്റ്റ് വെക്കാനാണ് എനിക്ക് തീരുമാനിച്ചേക്കണത്. ഗൈസ് ഇനി റിസോഴ്സസ് ബാക്കിയുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. ചെസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ആവശ്യമുള്ളതൊക്കെ കയ്യിലോട്ട് വെക്കാം. ഗൈസ് നമ്മൾ ഈ അടുത്തൊരു വീറ്റ് ഫാം ഉണ്ടാക്കാൻ പോകണമായിരിക്കും. അവിടെ ഇതിൽ ഇങ്ങനെ പറഞ്ഞ എല്ലാ ആവശ്യമുണ്ടല്ലോ ഗൈസ്. ആ പച്ചപ്പുൽച്ചെടി പറഞ്ഞത് നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. ഇവനിക്ക് ടെററാണ് ഗൈസ്. എൻ്റെ വീട് ചിലപ്പോൾ മൊത്തം പൊട്ടിച്ചളിയും പച്ചപ്പുൽച്ചെടി പോയി. ഒരടിയും കൂടി കൊടുത്തിട്ട് വരാം. ഇതൊക്കെ നോക്കി പഠിപ്പിക്കണം. ഇത് നോക്കി പഠിപ്പിക്കണം. ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി ചെസ്റ്റോടെ പൊട്ടിച്ചേക്കാം. എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ടെങ്കിലും ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് അതിലോട്ട് വെക്കണം. ബോറിങ് പരിപാടി. 12 seconds later. അതൊക്കെ കഴിയുമ്പോൾ ഇച്ചിരിയും കൂടി വുഡ് വേണം. ഒരു ചെസ്റ്റും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ചെസ്റ്റ് ആയിക്കോളും. ഗൈസ് നമ്മൾ ഇച്ചിരി വലിയ ചെസ്റ്റ് ഉണ്ടാക്കി. ഇതാണ് ഡബിൾ ചെസ്റ്റ്. യെസ്, നമ്മുടെ അടി ഫ്ലോർ എങ്ങനെയുണ്ടെന്ന് അറിയാം വൃത്തി. അയ്യോ, ഡോർ ഉണ്ടാക്കിയില്ല. ഡോറില്ലാണ്ട് എന്ത് വീട് ഗൈസ്. ഞാൻ പിന്നെ യൂട്യൂബിലൊരു സാധനം കണ്ടിട്ടുണ്ട്, അതിപ്പോൾ കാണിച്ചു തരാം. നോക്കിക്കോ, കിടില സാധനമാണത്. പക്ഷേ നോക്കിക്കോ, മറ്റേത് നമ്മൾ തന്നെ അടയ്ക്കണം. ഇത് തന്നെ അടയും. പുറത്ത് ചെയ്യാൻ വെക്കുന്നില്ല, കാരണം വല്ല പുറത്ത് വല്ല മോശം വന്നാലും അവരിങ്ങനെ കയറി കഴിഞ്ഞാൽ അതും തന്നെ അടയും, തന്നെ തുറക്കുകയും ചെയ്യും അത്. അപ്പോൾ ഇത് നമ്മൾ വീടുണ്ടാക്കി. ഞങ്ങൾക്ക് ഫാമുള്ള സ്ഥലം നോക്കണം. നമുക്കതായിട്ട് ഫുഡ് കുക്ക് ചെയ്യാൻ വെക്കാം ഗൈസ്. നമ്മളെ വീടുണ്ടാക്കി. യെസ്, നമ്മുടെ കാട്ടുകോഴി അങ്ങനെ ആദ്യമായിട്ടൊരു സ്വന്തം വീടുണ്ടാക്കി. നമുക്ക് വെറുതെ ആ ഫുഡ് കുക്കണ വരെ കാട്ടുകോഴിക്ക് വേണ്ടി വല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. കുഴപ്പമില്ലല്ലോ ഗൈസ്, വീട് ഭംഗിയൊക്കെ ഉണ്ട്. ഇതാ പുല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നു. ആ കുഴപ്പമില്ല, ഒരു നിലയാണെങ്കിലും കുഴപ്പമില്ല. ആ കുഴിയിലോട്ട് പോകാം. അല്ല സോംബി ഇതൊഴി ചാടി ഇങ്ങനെ വന്നാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗൈസ് അടുത്ത ദിവസം നമ്മൾ ചാലഞ്ച് വീഡിയോ ആയിട്ട് വരണമായിരിക്കും കേട്ടോ. MC താറാവിൻ്റെ കൂടെ. അവൻ്റെ ചാനലിൽ ഞാൻ അവന് കളിക്കുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക, 2 ചാനലും. അപ്പോൾ ഇനി നമുക്ക് ഈ വേൾഡിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ വീട് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മിക്കവാറും വരാൻ പോകണ ഒരു സെക്കൻഡ് ഫ്ലോർ വേണ്ട, ഒരു ഫാമായിരിക്കും വരാൻ പോകണത് എന്തായാലും. അപ്പോൾ ഫാമിനുള്ള സ്ഥലം നമുക്ക് ഇപ്പോഴേ കുഴിച്ച് റെഡിയാക്കി വെക്കാം. അയ്യോ, അതിന് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് അതൊക്കെ വുഡില്ല, സ്റ്റോണിൻ്റെ ഒരു ഷവൽ ഉണ്ടാക്കി വെക്കാം. എൻ്റെ അയൻ്റെ ഷവൽ പൊട്ടിപ്പോയി ഗൈസ്. അയ്യനാകിൽ 3 എണ്ണം കാണ്ടേ ഉള്ളു ഗൈസ്. നമുക്ക് ഇനി ഫാം ഇവിടെ തന്നെ വെക്കാം. ഞാൻ പറയാം, അവിടെ ചെന്ന് ഇവിടെയാണ് ഇത്രയും 3 കള്ളി വെച്ചിട്ട് ഇത്രേ ഗൈസ്. ഇവിടെയൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരിക്കും. ഈ കുഴിയുള്ളിടത്ത് വെള്ളമായിരിക്കും. അപ്പോൾ
ഇതെന്തിനാ പൊട്ടിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഐ എം സോറി. ഒരു മിനിറ്റ്, എന്തോ തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. ഇവിടെ ഒന്ന് ഗ്യാപ്പ്. ഓ, എനിക്കാ തെറ്റിയത്. എൻ്റെ മിസ്റ്റേക്കാണ് ഗൈസ്. ഇവിടെ ഇതില്ലാത്തടത്താണ് കുഴിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ വീറ്റേ ഉള്ളൂ. അതുകൊണ്ട് വീറ്റ് കൾട്ടിവേറ്റാണ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഇവിടെ ഒക്കെ വുഡ് വെച്ച് വിടും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാൻ പോണെന്ന്. ഈ വുഡങ്ങ് എടുത്തിട്ട് പോയെ. നല്ല ഫെൻസ് ഒക്കെ ഗൈസ്. അതായിരിക്കും വിൽക്കാൻ നല്ല ഭംഗി ഉണ്ടാവും. ഇവിടെ തുറന്ന് വെക്കാം. എന്തായി സ്ഥലത്തേക്ക് ഇപ്പം ഇത്രയും മതി. വേണേ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ടായി ആ ടോർച്ച് നമുക്ക് തിരിച്ചു വെക്കാം. ഇത്രയും ഭാഗം ഫാമാക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ഗേറ്റും വെക്കണം. ഇതാണ് ഫാമിൻ്റെ ഏരിയ. ഇവിടെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു വിടും കേട്ടോ ഗൈസ്. ഈ കുഴിയുള്ളിടത്ത് കൂടെ നമ്മൾ വെള്ളം ഒഴിക്കും. ബാക്കിയുള്ള എല്ലായിടത്തെല്ലാം സീഡ് പണി. ഈ കാട്ടുവഴിക്കൊന്നും അറിയില്ല. എന്നിട്ട് കയറിക്കോളും ഭയങ്കര കളിക്കാൻ. ഇതെവിടെ നിന്ന് ഇവനൊക്കെ പുതിയ ആളൊക്കെ എൻ്റെ വീട്ടിൽ കയറി വന്നേക്കുന്നു. നമ്മുടെ ഫാമിൻ്റെ സ്ഥലം അങ്ങനെ റെഡിയായി. ഇനിയൊന്നുമില്ല. ഇനി അടുത്ത വീഡിയോയിലേക്ക് ഫാം ഉണ്ടാക്കാൻ പോണത്. ഫുഡ് എടുത്ത് കൈ വെച്ചേക്കാം. ഇത്ര പെട്ടെന്ന് ഫുഡ് കുക്കാവോ? നമുക്ക് വീഡിയോ എടുത്തപ്പോൾ നല്ല ഫുഡ് തിന്നിട്ടാകാം. പക്ഷേ എനിക്ക് വിശക്കുന്നില്ല. നമുക്ക് ഇച്ചിരി ഓടാം. കാട്ടുവഴീനെ കൊണ്ട് ഓടിപ്പിക്കാം ഗൈസ്. ഈ കാട്ടുവഴി ഗൈസ് അവന്മാർ വീണ്ടും വന്നു. പക്ഷേ ഈ പ്രാവശ്യം അവന്മാരെ വിട്ടേക്കാം. പാവല്ലേ. കാട്ടുവഴീനെ കൊണ്ട് ഓടിപ്പിച്ച് വിശപ്പിക്കാം. വാ ഗൈസ്, എൻ്റെ കാട്ടുവഴി എന്തുക പണിയെടുക്കണമെന്നറിയാമോ? ഒരു ഫുഡ് തിന്നാൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ട് ഓടുക. ഓ മൈ. ഓക്കെ ഗൈസ്, നമ്മുടെ കാട്ടുവഴിക്ക് വിശക്കുന്നുണ്ട്. ഇച്ചിരിയും കൂടി ഓടിയിട്ട് നമുക്ക് അവന് ഫുഡ് കൊടുക്കാം ഗൈസ്. 2 പുതിയ ഷീപ്പുകളൊക്കെ. ഓക്കെ ഗൈസ്, വീഡിയോ എൻഡ് ചെയ്യാൻ പോണതിന് മുമ്പ് നമുക്ക് ഇച്ചിരി ഇറച്ചി തിന്നാം. ഗൈസ് ഇറച്ചി തിന്നു ഗൈസ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ പുതിയതായിട്ട് ലൈക്കും സബ്സ്ക്രൈബും അടിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.